ഹലോ നമസ്കാരം, എല്ലാവർക്കും ചലഞ്ചർ ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ അനന്തു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ലോക ചരിത്രത്തിന്റെ ഭാഗമായി നമ്മൾ നിങ്ങളുടെ സിലബസിൽ നോക്കിക്കഴിഞ്ഞാൽ നദീതട സംസ്കാരങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ഒരു ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട്? നല്ല കട്ടയൊക്കെ വെച്ചുണ്ടാക്കിയ കുറേയധികം ബിൽഡിങ്ങുകൾ കാണാം. അതുപോലെ തന്നെ നോക്കിക്കേ, ഇവിടെ എന്തോ ഒരു കുളം പോലെയുള്ളൊരു സംഭവമൊക്കെ ഇവിടെ കാണാം അല്ലേ? നമ്മുടെ ഇപ്പോഴത്തെ ക്ഷേത്രക്കുളം പോലെയൊക്കെയുള്ള കാണാം. കുറേയധികം ചുറ്റും കുറേയധികം അവശേഷിപ്പുകൾ. അതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് കട്ട അല്ലേ, നമ്മുടെ ചുടുകട്ട അല്ലെങ്കിൽ നമ്മുടെ മൺകട്ടകൾ വെച്ചിട്ടാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ചിത്രമൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് ശരിക്കും മോഹൻജദാരോയിലുള്ള ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്ന സംഭവമാണ് ഈ ചിത്രത്തിൽ കാണിച്ചത്. ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കട്ടകൾ കൊണ്ടാണ് അല്ലെ, ചുടുകട്ടകൾ കൊണ്ടാണ്. ഇനി നോക്കിക്കേ, എന്തായിരുന്നു ഇവിടെ നിന്നും കണ്ടെത്തിയ നഗരത്തിന്റെ സവിശേഷതകൾ? ഈ ചിത്രം കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നുന്നു ഉറപ്പുള്ള ചുട്ട ഇഷ്ടികകളുടെ ഉപയോഗമായിരുന്നു എന്ത് നമുക്കിതിൽ പ്രധാനമായി തോന്നുന്ന ഒരു കാര്യം. ഉറപ്പുള്ള ചുട്ട ഇഷ്ടികകൾ ഉപയോഗിക്കുന്നത്, ബ്രിക്സ് അല്ലെ, നമ്മുടെ ബേൺ ബ്രിക്സ് ഉപയോഗിക്കുന്നതായിരുന്നു എന്ത് ഇതിനകത്ത് പ്രധാനമായി നിങ്ങൾ കണ്ടൊരു കാര്യം. ഇനി നഗരങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ നഗരങ്ങളെ പ്രധാനമായിട്ട് നമ്മൾ രണ്ടായിട്ട് തിരിച്ചിരുന്നു. നഗരത്തെ രണ്ട് ഭാഗമുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഗോവ, നോർത്ത് ഗോവയും സൗത്ത് ഗോവയും എന്നൊക്കെ പറയും പോലെ തന്നെ നമ്മൾ പറയുന്നില്ല, ഓരോ സ്ഥലത്തിനും നോർത്ത്, സൗത്ത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കൊച്ചിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നോർത്ത് സ്റ്റേഷൻ, സൗത്ത് സ്റ്റേഷൻ എന്നൊക്കെ പറയും പോലെ തന്നെ ഇവിടുത്തെ നഗരത്തിനും രണ്ട് പ്രധാന സോൺ ഉണ്ടായിരുന്നു. ഒന്ന് പടിഞ്ഞാറ്, മറ്റൊന്ന് താഴ്ന്ന ഭാഗം. പടിഞ്ഞാറൻ ഭാഗത്ത് പ്രധാനമായും, പടിഞ്ഞാറൻ ഭാഗം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഹാരപ്പൻ സംസ്കാരത്തിന്റെ പടിഞ്ഞാറൻ ഭാഗം എന്ന് പറയുമ്പോൾ നമ്മുടെ പാകിസ്ഥാനുമായിട്ടൊക്കെ ചേർന്നിരിക്കുന്ന ഭാഗം. ഈ പടിഞ്ഞാറൻ ഭാഗത്ത് പ്രധാനമായ ഒരു ഉയർന്ന പ്രദേശമാണത് അല്ലെ, മലകളാലൊക്കെ സമൃദ്ധമായ ഉയർന്ന പ്രദേശം. ഈ ഉയർന്ന ഭാഗത്ത് പ്രധാനമായും ഭരണാധികാരികളായിരുന്നു ആ ഒരു പ്രദേശം ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ അഥവാ സിന്ധു നദീതട സംസ്കാരത്തിന്റെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പടിഞ്ഞാറ് ഭാഗമുണ്ട്, രണ്ട് ഭാഗമുണ്ട്, പടിഞ്ഞാറ് ഭാഗവും പിന്നെ താഴ്ന്ന ഭാഗവും. ഈ പടിഞ്ഞാറ് ഭാഗം പ്രധാനമായും ഭരണാധികാരികളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. അവിടെ നിന്നും നമ്മൾ പ്രധാനമായും കണ്ടെത്തിയിട്ടുള്ള, എക്സ്കവേറ്റ് ചെയ്തപ്പോൾ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ അസംബ്ലി ഹാൾ എന്ന് കരുതുന്ന ഒരു വലിയ കെട്ടിട അവശിഷ്ടം നമുക്ക് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഈ പടിഞ്ഞാറൻ ഭാഗത്ത് പിന്നെ ചർച്ചകൾക്കും കൊട്ടാര സദസ്സ് പോലെയൊക്കെയുള്ള ഒരു ഹോളിന്റെ അവശിഷ്ടം നമുക്ക് ഈ പറയുന്ന പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് കിട്ടി. അപ്പോൾ മനസ്സിലായി ഇവിടെ ഇവിടെ പ്രധാനമായും ഭരണകേന്ദ്രങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത് പ്രധാനമായും രാജാക്കന്മാരും അല്ലെങ്കിൽ ഭരണ നിർവഹണം നടത്തിയിരുന്ന ആൾക്കാർ ഉപയോഗിച്ചിരുന്ന പ്രദേശമാണ് പടിഞ്ഞാറ് ഭാഗം. എന്നാൽ അതേ സ്ഥാനത്ത് നമ്മൾ നേരെ കുറച്ചുകൂടെ താഴ്ന്ന ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ, അടിവാരത്തിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ അവിടെ ചെറിയ ചെറിയ വീടുകളും കൊച്ചു കൊച്ചു ഡൊമസ്റ്റിക്കൽ പർപ്പസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നടത്തിയിരിക്കുന്ന അവശിഷ്ടങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം അവിടെ മനസ്സിലായി അവിടെ ശരിക്കും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ വസിച്ചിരുന്ന സ്ഥലമാണ്. താഴ്ചയിലേക്കുള്ള മലയുടെ മുകളിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ വലിയ രാജാക്കന്മാരുടെ കൊട്ടാരം പോലുള്ളതും വലിയ സദസ്സുകളും കാര്യങ്ങളും ഒക്കെ കാണാം. താഴോട്ടുള്ള കൊച്ചു കൊച്ചു വീടുകളും ഡൊമസ്റ്റിക്കലി ആയിട്ടുള്ള ഡെവലപ്മെന്റുകളുമാണ് നമുക്ക് അവിടെ കാണുന്നത്. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ അവിടെ സാധാരണക്കാരുടെ വാസസ്ഥലങ്ങളായിരുന്നു. വീടുകളാണെന്ന് സൂചിപ്പിക്കുന്ന നിരവധി കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നു. ഈ പറയുന്ന ഇൻഡസ് വാലി സിവിലൈസേഷന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കണ്ടെത്തലിലേക്ക് എത്തുന്നത്. അപ്പോൾ രണ്ട് പ്രദേശങ്ങൾ ഇതിനുണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങളുടെ തലയിലേക്ക് കയറിയല്ലോ. ഇപ്പോൾ ഏതാണ്ടൊരു ചിത്രം കിട്ടിയില്ലയോ? ശരി. ഇനി നോക്കിക്കേ, ആസൂത്രിതമായ തെരുവുകൾ, ഇരുവശങ്ങളിൽ ആസൂത്രിതമായ ഒരു തെരുവുണ്ട്, ഇങ്ങനെ ഒരു തെരുവുണ്ട്, ഇങ്ങനെ ഒരു തെരുവുണ്ട്. ഇതിൻ്റെ ഓരോ വശങ്ങളിലായിട്ടാണെന്ത് ഇങ്ങനെ ആസൂത്രിതമായ അടുക്കും ചിട്ടയോടും കൂടി നിർമ്മിച്ചിരുന്ന വീടുകളാണ് ഇവിടുത്തെ പ്രത്യേകത. ആസൂത്രിതമായൊരു തെരുവുണ്ട്, നല്ലൊരു സ്ട്രീറ്റ്. അവിടെ ഇരുവശങ്ങളിലായി വീടുകൾ നിർമ്മിച്ചിരിക്കുന്നു. ഇനി വീടുകൾ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ഘടനയുള്ളവയാണ്. അതായത് ഒറ്റമുറി വീടുകളുണ്ട്, അതുപോലെ കൂടുതൽ മുറികളും കൂടുതൽ സൗകര്യങ്ങളും ഒക്കെ ഉള്ളതുണ്ട്. അതുപോലെ കിണറോട് കൂടിയ വലിയ മുറ്റമൊക്കെയുള്ള വീടുകളുമുണ്ട്. അപ്പോൾ കൊച്ചു വീടുകൾ മുതൽ വലിയ വീടുകൾ വരെയും ഈ ഒരു സ്ട്രീറ്റിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രീറ്റ് ഉണ്ട്. ഈ സ്ട്രീറ്റിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് എന്തുണ്ട്? ഈ പറയും പോലെ വിവിധ തരം വീടുകൾ, ഒറ്റമുറി വീടുകളുണ്ട്, കൂടുതൽ മുറികളുള്ള വീടുകളുണ്ട്, കിണറോടുകൂടിയ വീടുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, വലിയ മുറ്റമൊക്കെയുള്ള വീടുകളുണ്ട്. അങ്ങനെയുള്ള ഒരു രീതിയായിരുന്നു അവിടെ അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത്, നമ്മളിങ്ങനെ മണ്ണ് കുഴിച്ച് വന്നപ്പോൾ ഇങ്ങനെ കുറേ തപ്പിത്തടിച്ച് നമ്മൾ പൊടിയൊക്കെ മാറ്റി നോക്കിയപ്പോൾ ഇങ്ങനെ വീടിൻ്റെയൊക്കെ ഒരു രീതി കിടക്കുന്നു. അതിൽ ഒറ്റമുറി വീടുകൾ കാണാം, 1, 2, 3 മുറിയൊക്കെയുള്ള വീടുകൾ കാണാം, കിണറോട് കൂടിയ വീടുകൾ കാണാം. അതൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും
ശൗചാലയങ്ങൾ, ബാത്ത് റൂം ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. ശൗചാലയങ്ങൾ എല്ലാ വീട്ടിലും ഉണ്ടായിരുന്നു. കുളിക്കുവാനും അതുപോലെ ടോയ്ലറ്റിൽ പോകാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ എല്ലാ വീടുകളിലും നമുക്ക് കാണാനായി കിട്ടും. അവിടുന്ന് കിട്ടിയ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് നമുക്ക് കിട്ടിയ കാര്യം എന്താണ്? എല്ലാ വീടുകളുണ്ട്. ഒറ്റമുറി വീടുണ്ട്, 2 മുറിയുള്ളതുണ്ട്, കിണറുള്ള വീടുകളുണ്ട്. ഇനി എല്ലാ വീടുകളുടെയും ഒരു കോമൺ പ്രത്യേകത, എല്ലാ വീടുകളിലും എന്തുണ്ടായിരുന്നു? ശൗചാലയങ്ങൾ ഉണ്ടായിരുന്നു എന്ന ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. പിന്നെ ഉള്ള ഏറ്റവും വലിയ, ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണെന്ത്? അഴുക്കുചാലുകളാണ്. ഓക്കെ, ഈ അഴുക്കുചാൽ എന്ന് പറഞ്ഞാൽ ഡ്രെയിനേജ് സിസ്റ്റം, അതാണ് മലയാളത്തിൽ അഴുക്കുചാലുകൾ, ഡ്രെയിനേജ് സിസ്റ്റം. ഓക്കെ, അഴുക്കുചാലുകൾ എന്ന് പറയുമ്പോൾ സാറേ എനിക്ക് ഇംഗ്ലീഷേ മനസ്സിലാവും എന്നുള്ളവർക്കാണ് കേട്ടോ. ഡ്രെയിനേജ് സിസ്റ്റം, അതാണ് ഏറ്റവും വലിയ അത്ഭുതകരമായ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അതായത് നഗരത്തിലെ ഓരോ വീടുകളിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് എന്തുണ്ട്? ഡ്രെയിനേജ് സിസ്റ്റം, അഴുക്കു വെള്ളം ഒഴുകിക്കളയാനുള്ള ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു സ്ട്രീറ്റ് ഉണ്ട്. ഈ സ്ട്രീറ്റിൽ നിന്ന് ഈ വീട്ടിൽ നിന്ന് ഒരു ഡ്രെയിനേജ് വരും, ഈ വീട്ടിൽ നിന്ന് ഒരു ഡ്രെയിനേജ് വരും, ഈ വീട്ടിൽ നിന്ന് ഡ്രെയിനേജ് വരും, ഈ വീട്ടിൽ നിന്ന് ഡ്രെയിനേജ് വരും, ഇവിടെ നിന്നെല്ലാം ഡ്രെയിനേജ് വരുന്നു. ഇതെല്ലാം ചെന്ന് ഈ പറയും പോലെ ഈ പറയുന്ന സ്ട്രീറ്റിൻ്റെ ഒരറ്റത്തുള്ള ഒരു വലിയ ഡ്രെയിനേജ് ചാനലിലേക്ക് വരുന്നു. ഈ ഡ്രെയിനേജ് ചാനലിലെ വെള്ളം കൊണ്ടുവന്നൊരു വലിയ കുഴി, വലിയൊരു ആഴമുള്ള കുഴിയുണ്ട്, ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം അവിടെ കൊണ്ടുവന്ന് ഇറക്കും. ഇതായിരുന്നു ഇവിടുത്തെ ഈ പറയുന്ന സ്ട്രീറ്റുകളിലെ പ്രത്യേകതകളായി പറഞ്ഞിരുന്നത്. നോക്കിക്കേ, അപ്പോൾ ഈ പറയുമ്പോൾ അഴുക്കുചാലുകളാണെന്ത്, അല്ലെങ്കിൽ ഡ്രെയിനേജ് സിസ്റ്റമാണ് നഗരങ്ങളിലെ മറ്റൊരു പ്രത്യേകത. വീടുകളിൽ നിന്നുള്ള മലിനജലം ഈ അഴുക്കുചാലിലേക്ക് ഒഴുക്കിയിരുന്നു. അതുപോലെ തന്നെ ഓർക്കുക, ഇത് നമ്മുടെ ഇന്നത്തെ ആൾക്കാരൊക്കെ കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. ഈ അഴുക്കുചാലൊക്കെ എന്താണ്, വെറുതെ ഇങ്ങനെ തുറന്നിട്ടേക്കൊന്നുമല്ല. അതിൽ പോയിട്ട് കാലും വീട്ട് ബൈക്കും വീണ് നമ്മുടെ കാലും വീഴുന്നൊന്നുമല്ല. അവരത് ഒന്നാന്തരമായി എന്താണ്, സ്ലാബൊക്കെ ഇട്ട് അടച്ച് പൂട്ടി നല്ല വൃത്തിയായിട്ടായിരുന്നു അവരന്നത്തെ കാലത്ത് തന്നെ അത് സൂക്ഷിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ വീടുകളുണ്ട്, അവിടെ ശൗചാലയങ്ങളുണ്ട്, അതുപോലെ തന്നെ മലിനജലം ഒഴുക്കുവാനായിട്ട് വീടുകളിൽ നിന്നും ഈ പറയുന്ന ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിരുന്നു. അത് പോയി വേറൊരു ഡ്രെയിനേജിലേക്ക് ഇറങ്ങുന്നു. ആ ഡ്രെയിനേജ് വലിയൊരു ഡ്രെയിനേജ്, ഞാൻ ചിത്രം കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അങ്ങനെ സ്ലാബുകൾ ഉപയോഗിച്ചത് മൂടിയിരുന്നു. നിങ്ങൾ നോക്കിക്കേ, ഇവിടൊക്കെ വീടുകളാണ്. ഇതാണ്ടോ, ഇത് അവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റമാണ്. ഈ ഡ്രെയിനേജ് സിസ്റ്റത്തിൽ നിന്നും എന്താണ്, ഇത് വന്നിട്ട് എന്ത് ചെയ്യും, ഇതുപോലുള്ള വലിയ വലിയ ഡ്രെയിനേജ് ചാനലുകളിലേക്ക് വന്ന് വീഴും. ഓക്കെ, അങ്ങനെയുള്ള ഒരു ഡ്രെയിനേജ് സിസ്റ്റം കണ്ടോ, ഇതെല്ലാം ഡ്രെയിനേജ് സിസ്റ്റമാണ്. കണ്ടോ, ഇങ്ങനെ വന്ന് ഈ ഡ്രെയിനേജ് ഇവിടെ വന്ന് വീഴുന്നു, എവിടെ നിന്ന് ഒഴുകുന്നു. അതുപോലെ ഓരോ വീടുകളിൽ നിന്നും എന്താണ്, ഇതുപോലെ ഡ്രെയിനേജ് വന്ന് വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്ന പ്രധാന ഡ്രെയിനേജ് എന്താണ്, മറ്റു ചാലുകളുമായി ബന്ധിപ്പിക്കുന്നു. അങ്ങനെ മറ്റു ചാലുകളുമായി ബന്ധിപ്പിച്ചൊരു കോൺസെൻട്രേറ്റ് ചെയ്ത് ഒന്നിച്ച് അവർ ഡംപ് ചെയ്യുന്നൊരു സിസ്റ്റമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇനി എന്താണ്, ചെറിയ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിൽ പോലും എന്താണ് ഈ ഒരു സിസ്റ്റം, ഈ ഡ്രെയിനേജ് സിസ്റ്റം അഥവാ ഈ ഒരു അഴുക്കുചാൽ സമ്പ്രദായം ഇവർ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പട്ടണങ്ങളിൽ മാത്രമല്ല ഇതുണ്ടായിരുന്നത്, എന്താണ് അന്നത്തെ കാലത്ത് ഗ്രാമം. ഇനി ഓർക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ, നമ്മൾ ഈ പ്രാചീന ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ അന്നത്തെ കാലത്ത് ശരിക്കും ആൾക്കാർ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തത് ഗ്രാമങ്ങളെയായിരുന്നു. കാര്യം ഫലഭൂഷ്ടമായ മണ്ണും ഫെസിലിറ്റി എല്ലാം ഗ്രാമങ്ങളിലായിരുന്നു. അതുപോലെ നഗരവാസികളായുള്ള ആൾക്കാർക്ക് അവരുണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ കൊണ്ട് വിൽക്കാനും ഗ്രാമങ്ങൾ. അപ്പോൾ ഗ്രാമങ്ങൾ എപ്പോഴും സമ്പന്നമായിരുന്നു. അതുകൊണ്ട് ഗ്രാമങ്ങളെ ആയിരുന്നു എന്ത് ചെയ്തിരുന്നത്, ഇവരെല്ലാത്തിനും കൊണ്ട് ഡിപ്പെൻഡ് ചെയ്തിരുന്ന ഒരു കാര്യം. ഓക്കെ, അതാണ് ഇവിടെ തിരിച്ച് ചിന്തിക്കണം നിങ്ങൾ കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ചെറിയ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും എന്തുണ്ടായിരുന്നു, അഴുക്കുചാൽ അല്ലെങ്കിൽ ഡ്രെയിനേജ് സംവിധാനം, ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റാണ്. മനസ്സിലായോ? ഓക്കെ, ഇനി നോക്കിക്കേ, ഞാൻ കുറച്ചു മുമ്പേ കാണിച്ചു അല്ലേ, മോഹൻജദാരോവിൽ നിന്നൊരു വലിയ കുളത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടോ. ഇതൊരു കുളമല്ലേ, നോക്കിക്കേ, നമ്മൾ അമ്പലക്കുളം പോലെ തന്നെ പടിയൊക്കെ ഇറങ്ങി വന്ന് കണ്ടോ ഇത്. ഇനി ഇതൊരു വലിയ ഒരു വിശ്വാസത്തിന്റെ കേന്ദ്രമായിരുന്നു എന്നും ഇതൊരു പത്മതീർത്ഥക്കുളം പോലെയൊക്കെയുള്ള വളരെ വളരെ ദിവ്യമായൊരു കുളമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായപ്പെടലും ഈ പറയുന്ന മോഹൻജദാരോയിലുള്ള ഈ ഒരു കുളത്തിന്. അതിനെ നിങ്ങളൊക്കെ കേട്ടിട്ടുള്ളത് ചിലപ്പോൾ സ്കൂളുകളിലൊക്കെ ഗ്രേറ്റ് ബാത്ത് എന്നാണ്. മോഹൻജദാരോയിലെ ഗ്രേറ്റ് ബാത്ത് എന്നാണ് പറയുന്നത് കേട്ടോ. ഒരു മോഹൻജദാരോ വലിയ കുളത്തിന്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പൂർണ്ണമായും ഇഷ്ടികകൾ കൊണ്ടായിരുന്നു ഈ ഒരു ബാത്ത് സിസ്റ്റത്തെ എന്താണ് അവിടുത്തെ ജനസമൂഹം ഉപയോഗിച്ചിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, ഇത് ഗ്രേറ്റ് ബാത്ത് ആണ് കേട്ടോ. മോഹൻജദാരോയിലെ ഗ്രേറ്റ് ബാത്ത് ആണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്. ഓക്കെ, ശരി. ഇനി ഉള്ളത് എന്താണ്, ധാന്യപ്പുരകൾ, അവിടുത്തെ കൃഷി രീതികൾ. നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഈ പറയുന്ന തമ്ര ശിലായോഗത്തിലേക്കൊക്കെ എത്തി അവിടെ വന്നിട്ട് എന്താണ് നമ്മൾ പൊതുവെ കൃഷി, അതായത് ഭക്ഷ്യ ഉൽപാദനം ഉണ്ടാക്കി, അതുപോലെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ സംഭരിക്കാൻ തുടങ്ങി. ഇതൊക്കെ നമ്മൾ ചെയ്തു. അതാണ് ആ സംഭരണ രീതികളിൽ നിന്നും എന്താണ് മനുഷ്യൻ ധാന്യപ്പുരകൾ ഉണ്ടാക്കി. അതുപോലെ അവർക്ക് വിവിധ തരം കൃഷി രീതികളുണ്ടായി. അപ്പോൾ ധാന്യങ്ങൾ ഉണക്കാനും
സംഭരിക്കാനുമുള്ള സൗകര്യങ്ങൾ എന്താണ് വലിയ കെട്ടിടങ്ങൾ ആയിരുന്നു എന്ത് ധാന്യപ്പുരകൾ എന്ന് പറയുന്നത്. അതായത് ഈ പറയും പോലെ തന്നെ ഇതുപോലുള്ള ഈ പറയുന്ന നമ്മുടെ ഡ്രെയിനേജ് സിസ്റ്റം പോലെ ഇതുപോലുള്ള വലിയ വലിയ പാത്തികൾ, നമ്മൾ പാത്തികൾ എന്നാണ് പറയുന്നത്, നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് എനിക്കറിയില്ല, ഇതുപോലുള്ള ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. ഇവിടെ എന്താണ് ഈ പറയുന്ന ധാന്യങ്ങളൊക്കെ കൊണ്ടിട്ട് ഉണക്കി അവരെന്ത് ചെയ്യും, സൂക്ഷിച്ചിരുന്നു. അപ്പോൾ ചോദിക്കും, അവിടെ ധാന്യം ഇട്ടിരുന്നതെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഒരു ചതുര പ്രദേശം, ഒരു ഗ്രൗണ്ട് പോലുള്ള സ്ഥലം, അവിടെ ധാന്യം ഇട്ട്. അപ്പോൾ എന്ന് വെച്ചാൽ എന്താണ്, അവിടുത്തെ സോയിലുകൾ പരിശോധിച്ചു, അവിടെ നിന്ന് ചോദിച്ചുള്ള മൈന്യൂട്ട് കണികകൾ അടക്കമുള്ളവർ ഇവർ പരിശോധിച്ച് നോക്കിയപ്പോൾ എന്താണ്, അവിടെ നിന്നും നമുക്ക് കൂടുതലും കിട്ടിയിട്ടുള്ള എന്താണ്, ഇതുപോലുള്ള ധാന്യങ്ങളുടെ അവശിഷ്ടങ്ങൾ, ധാന്യങ്ങൾ ഇട്ടിരുന്ന ധാന്യങ്ങളുടെ അവശിഷ്ടങ്ങൾ ധാരാളമായി ഇത്തരം സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞു. അപ്പോൾ മനസ്സിലായി ഇവിടെ എന്താണ്, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഉണക്കുവാനും മറ്റുമുള്ള സൗകര്യത്തിനായി കണ്ടെത്തിയതാണ് നമുക്ക് മനസ്സിലാക്കി എടുക്കുമായിരുന്നു. ഇതെല്ലാം എന്താണ്, നമ്മൾ പഠനത്തിലൂടെ കണ്ടെത്തുന്ന കാര്യമാണ് അല്ലേ, അല്ലാതെ പണ്ടത്തെ CD ഇട്ട് നോക്കി കണ്ടുപിടിക്കുന്നതല്ലോ. ഇത് നമ്മളെന്താണ് ഈ മണ്ണൊക്കെ നോക്കുമ്പോൾ അതിനകത്തുനിന്ന് ധാന്യത്തിൻ്റെ അവശിഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടെത്തി. അപ്പോൾ ഇവിടെ എന്താണ്, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ കൊണ്ടിട്ടിരുന്ന സ്ഥലമാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ ധാന്യങ്ങൾ ഉണക്കാനും സംഭരിക്കാനുമുള്ള സൗകര്യങ്ങളുള്ള വലിയ കെട്ടിടങ്ങളെയായിരുന്നു നമ്മളെന്ത് ധാന്യപ്പുരകൾ എന്ന പേരിട്ട് വിളിച്ചിരുന്നത്. അതുപോലെ തന്നെ ഗോതമ്പ്, ബാർലി, തിന, എള്ള്, പയർവർഗ്ഗങ്ങൾ എന്നിവയുടെ അവശിഷ്ടങ്ങൾ അവിടെ നിന്നും ലഭിച്ചതിനാൽ ആണ് എന്ത് നമുക്ക് മനസ്സിലായത്, ധാന്യപ്പുരകൾ. അതായത് ഗോതമ്പിൻ്റെയും ബാർലിയുടെയും തിനയുടെയും എള്ളിൻ്റെയും പയറിൻ്റെയും ഒക്കെ അവശിഷ്ടങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നു, ഈ പറയുന്ന ധാന്യപ്പുരകളിൽ നിന്നും ലഭിച്ചത് കൊണ്ടാണ് നമുക്ക് എന്ത് മനസ്സിലാകുന്നത്, ഇത് ധാന്യപ്പുരയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇനി നോക്കിക്കേ, ഗുജറാത്തിലെ രംഗ്പൂർ, ലോഥൽ എന്നിവിടങ്ങളിൽ, നിങ്ങൾ മാപ്പിൽ കണ്ടു ഞാൻ ലോഥലൊക്കെ കാണിച്ചു തന്നു അല്ലെ. ഗുജറാത്തിന്റെ താഴെ ഭാഗത്തായിട്ടാണ് ലോഥൽ കിടക്കുന്നത്, നർമ്മദയുടെ കുറച്ച് അറ്റത്തായിട്ടാണ് ലോഥൽ. അപ്പോൾ ഗുജറാത്തിലെ രംഗ്പൂർ, ലോഥൽ എന്നിവിടങ്ങളിൽ നിന്ന് നെൽകൃഷി ചെയ്തിരുന്നതിൻ്റെ തെളിവുകൾ നമുക്ക് ലഭിച്ചു. അപ്പോൾ സിന്ധു നദീതട സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം നെൽകൃഷിയുടെ തെളിവുകൾ ലഭിച്ച പ്രധാന പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ഗുജറാത്തിലെ രംഗ്പൂരും അതുപോലെ ലോഥൽ എന്നീ പ്രദേശങ്ങളിലുമാണെന്ത് നെൽകൃഷി ചെയ്തിരുന്നതിൻ്റെ തെളിവുകൾ ലഭിച്ചത്. അതുപോലെ തന്നെ ഇത്തരം പ്രദേശങ്ങളിൽ എന്ത് കൃഷി കൂടി ഉണ്ടായിരുന്നു, പരുത്തി കൃഷിയും ചെയ്തിരുന്നതായി നമുക്ക് കണ്ടെത്താൻ കഴിയും. എങ്ങനെയാണ് നമ്മൾ അവശേഷിപ്പുകളുടെയും അവിടുത്തെ മണ്ണിൻ്റെ മൊഡ്യൂൾസും ഒക്കെ പരിശോധിച്ചിട്ടാണ് നമ്മളിത് മനസ്സിലാക്കിയെടുത്തത്. അതുപോലെ ഭക്ഷണ ആവശ്യങ്ങൾക്കും തൊഴിലിനുമായി ഇവരെന്ത് ചെയ്തു, ഗ്രാമങ്ങളെയായിരുന്നു ആശ്രയിച്ചിരുന്നത്. ഗ്രാമങ്ങളിലാണെന്ത് നെൽപ്പാടങ്ങളും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ നഗരങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന വലിയ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വിൽക്കാൻ പറ്റുന്ന സ്ഥലങ്ങളും ഇവിടെയാണ്. അതുപോലെ ഫലഭൂഷ്ടമായ മണ്ണ്, ഫലഭൂഷ്ടമായ മണ്ണും എവിടെ ഉണ്ടായിരുന്നു, ഗ്രാമങ്ങളുണ്ട്. അപ്പോൾ നഗരങ്ങളിലെ ഉൽപ്പന്നങ്ങളുടെ പ്രധാന വിപണന കേന്ദ്രം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഗ്രാമങ്ങളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി നോക്കിക്കേ, എന്തുകൊണ്ട് ഗ്രാമങ്ങൾ പ്രധാന സാമ്പത്തിക കേന്ദ്രങ്ങളായി എന്ന് നിങ്ങൾ ചോദിച്ചാൽ, നോക്കിക്കേ, ഗ്രാമങ്ങളിൽ കൃഷിയിടങ്ങൾ ഫലഭൂഷ്ടമായിരുന്നു. എന്താണ് അതിൻ്റെ കാരണം? ഈ സിന്ധു നദി ഒഴുകിക്കൊണ്ടുവരുന്ന ഫലഭൂഷ്ടമായ എക്കൽ ഡിപ്പോസിറ്റുകളുടെ, എക്കൽ മണ്ണിൻ്റെ ശേഖരത്താൽ ഗ്രാമങ്ങൾ എന്താണ് വളരെ ഫലഭൂഷ്ടമായിരുന്നു. അതുപോലെ തന്നെ എന്താണ് ഉൽപാദനം വർദ്ധിപ്പിക്കുവാനും, അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് എന്തെങ്കിലും കൃഷി ചെയ്താൽ കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് കൊണ്ടുവരാൻ കഴിയും. അതുപോലെ നാഗരിക ഉൽപ്പന്നങ്ങൾ തടസ്സങ്ങളില്ലാതെ വിൽക്കുവാനും ഗ്രാമങ്ങളിൽ സാധിച്ചു എന്നതുകൊണ്ടാണ് ഗ്രാമങ്ങൾ പ്രധാന സാമ്പത്തിക കേന്ദ്രങ്ങളായി സിന്ധു നദീതട സംസ്കാരത്ത് നിങ്ങൾക്ക് കാണാനായി കഴിയുന്നത്. ഞാൻ ഈ പറയുന്ന സാധനത്തെ ഇതേ ചെയിനിൽ തന്നെ ചിന്തിച്ചു പോയാൽ ഇത്രയും തന്നെ പഠിച്ചാൽ മതി, അധികം ഒന്നും പഠിക്കണ്ട, അങ്ങനെ തന്നെ പറയാം. പിന്നെ നിങ്ങൾ കുറച്ച് എഫേർട്ട് കൂടെ കൊടുത്താൽ നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാ കണ്ടന്റും കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറയുന്ന സാധനം ഓരോ നെറ്റ്വർക്ക് പോയിന്റ്സും നിങ്ങൾ എന്ത് ചെയ്യണം, കണക്ട് ചെയ്ത് അങ്ങ് മനസ്സിലേക്ക്. അപ്പം നിങ്ങൾ മനസ്സിൽ ചിന്തിക്കണം, ഇപ്പം ഗ്രാമങ്ങളാണ്, അവിടെ സിന്ധു നദീതടമുണ്ട്. അപ്പോൾ സിന്ധു നദി കൊണ്ടുവരുന്ന എക്കൽ ഡിപ്പോസിറ്റുകളുണ്ട്. അപ്പോൾ ഇരുവശങ്ങളിൽ നല്ല കൃഷി നടത്താൻ പറ്റുന്നുണ്ട്. ആ കൃഷിയിൽ നിന്ന് നല്ല പ്രോഡക്ട്സ്, ധാന്യങ്ങൾ, ഗോതമ്പായിക്കോട്ടെ, ബാർലി ആയിക്കോട്ടെ, തിന ആയിക്കോട്ടെ, എള്ളായിക്കോട്ടെ, പയറുവർഗ്ഗങ്ങളായിക്കോട്ടെ, ഇതൊക്കെ ഒരുപാട് ഉൽപ്പാദിപ്പിക്കാൻ ഗ്രാമങ്ങൾക്ക് സാധിച്ചു. അപ്പോൾ ഗ്രാമങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് ഇത് വിൽക്കുവാനും അവരുടെ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കണം, ഭക്ഷ്യശേഖരങ്ങളാക്കുവാനും ഒക്കെ ഇവർക്ക് സാധിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. അതുപോലെ എന്താണ്, നഗരങ്ങളിൽ നിന്നും ഈ പ്രോഡക്റ്റുകളൊക്കെ കൊണ്ടുവന്ന ഉൽപ്പന്നങ്ങൾ, ഇപ്പം നെല്ലുകെട്ട്, നെൽപ്പൊതി, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഓരോ നായ്ക്കൊന്ന് വെച്ചോ, ഇതൊക്കെ കൊണ്ടുവന്ന് ഗ്രാമങ്ങളിൽ വിൽക്കുവാനും ഇവർക്ക് സാധിച്ചിരുന്നു എന്നതാണ് ഇതിനെ സാമ്പത്തിക കേന്ദ്രങ്ങളാക്കിയതെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി മറ്റ് തെളിവുകൾ എന്തൊക്കെ നമുക്ക് കാണാൻ കഴിയും?
സിന്ധു നദീതട ജല സംസ്കാരത്തെ എടുത്തു കഴിഞ്ഞാൽ മറ്റു തെളിവുകൾ എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിലെ കാലിബംഗനിൽ നിന്നും, രാജസ്ഥാനിലെ പ്രത്യേക സ്ഥലമാണിത് കാലിബംഗൻ. ഈ കാലിബംഗനിൽ നിലം ഉഴുതുമറിച്ച് കൃഷി നടത്തിയിരുന്നു എന്ന് മനസ്സിലായി. കലപ്പയുടെ അവശിഷ്ടങ്ങൾ, നിലം ഉഴുതിരുന്നതിൻ്റെ പ്രത്യേകതകളും ഒക്കെ അവിടുത്തെ മണ്ണിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ രാജസ്ഥാനിലെ കാലിബംഗനിൽ നിലം ഉഴുതുമറിച്ച് കൃഷി നടത്തിയിരുന്നതായി ഉള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇനി നോക്കിക്കേ, അതെന്തുകൊണ്ടാണ് നോക്കിക്കേ, കളിമണ്ണിൽ തീർത്ത കലപ്പയുടെ രൂപങ്ങൾ ഈ ഭാഗത്തു നിന്നും ലഭിച്ചിരിക്കുന്നു. കളിമണ്ണിൽ തീർത്ത കലപ്പയുടെ രൂപങ്ങൾ നമുക്ക് എവിടെ നിന്നും ലഭിക്കുന്നു? ഈ ഒരു പ്രദേശത്തു നിന്നും ലഭിക്കുന്നു. ഇനി ജലസേചനത്തിന് വേണ്ടി എന്തുപയോഗിച്ചിരുന്നു? കനാലുകൾ ഉപയോഗിച്ചിരുന്നു. ഈ പറയും പോലെ ഡ്രെയിനേജ് സിസ്റ്റം പോലെ എന്താണ് ഈ പറയുന്ന പോലെ കനാലുകൾ, ഇതുവഴി വെള്ളം കടത്തി വിടുന്ന ചാനലുകൾ ഇവർക്കുണ്ടായിരുന്നു. ഇന്ന് കാണുന്നതിലോട്ട് വലിയുള്ള ഇറിഗേഷൻ ഫെസിലിറ്റി ഒന്നും ആയിരിക്കത്തില്ല. വലിയൊരു തോട് പോലെ വെട്ടി അത് കൃഷി സ്ഥലത്തേക്ക് വളച്ചും തിരിച്ചും ഒക്കെ വിട്ട് നദിയിൽ നിന്നും തോട് പോലെ വെട്ടി, ഇപ്പം ഇത് സിന്ധു നദിയാണെങ്കിൽ സിന്ധു നദിയിൽ നിന്ന് തിരിച്ച് ഇവിടെ നിന്ന് വെള്ളമെടുത്ത് ചാനലുകൾ വഴി ഇങ്ങോട്ടൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ എന്താണ്, ജലസേചനത്തിന് വേണ്ടി കനാലുകൾ നിർമ്മിച്ചിരുന്നു. ഇനി എന്താണ് കാര്യം, ഇപ്പം നദി അങ്ങ് ദൂരെയായിരിക്കും, ദൂരേന്ന് വെള്ളം ചുമന്നുകൊണ്ട് വരിക എന്നതിനേക്കാൾ അവർ കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടി എന്ത് ചെയ്തു, നദിയിൽ നിന്ന് തന്നെ നദിയെ വെട്ടി മാറ്റി ഈ കൃഷി സ്ഥലത്തേക്ക് വെള്ളം കൊണ്ടുവന്ന് ഇറക്കുന്ന രീതിയിലുള്ള പരിപാടി. അതാണ് ഇവർ ഈ കനാലുകൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി എന്താണ്, കൃഷിയോടൊപ്പം മൃഗപരിപാലനവും ഉണ്ടായിരുന്നത് തെളിവുകളാണ്. മൃഗങ്ങളുടെ എല്ലുകളും അവശിഷ്ടങ്ങളും കൃഷിസ്ഥലങ്ങളുടെയും ഇവർ താമസിച്ചിരുന്ന വീടിൻ്റെയും പ്രദേശത്തു നിന്നും നമുക്ക് ലഭിക്കുന്നതിൻ്റെ കാരണം. ഓക്കെ, എന്താണ്, കൃഷിയോടൊപ്പം എന്തുണ്ടായിരുന്നു? മൃഗപരിപാലനം, പശുവോ കാളയോ പോത്തോ എരുമയോ ഇങ്ങനെയുള്ള മൃഗങ്ങളെയും നായ പോലെയുള്ള മൃഗങ്ങളെയും ഒക്കെ ഇവരെന്താണ് ഇവർ ഇണക്കി വളർത്തിയിരുന്നു എന്നതിൻ്റെ തെളിവുകൾ എന്താണ്? കൃഷിയിടങ്ങളിൽ നിന്നും ഈ പറയും പോലെ പശു, കാള, പോത്ത് പോലെയുള്ള ജീവികളുടെയൊക്കെ അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വീടുകളുടെ പരിസരത്തൊന്നും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മനസ്സിലായി കൃഷിയോടൊപ്പം എന്താണ് ഇവർ മൃഗപരിപാലനവും ഉണ്ടായിരുന്നതിൻ്റെ തെളിവുകളുണ്ട്. മൃഗങ്ങളുടെ എല്ലുകളുടെ അവശിഷ്ടം എന്താണ് കൃഷി സ്ഥലങ്ങളുടെ സമീപത്തു നിന്നും ലഭിച്ചിട്ടുണ്ട് എന്നതാണ് ഇതിൻ്റെ കാരണം. അപ്പോൾ ഇവരുടെ കാലഘട്ടത്തിൽ ഇവരെന്തെല്ലാം ഉപയോഗിച്ചിരുന്നു എന്നതിനെ നിങ്ങൾ പോയിന്റ് ഓഫ് ചെയ്യണം. അപ്പോൾ കൃഷിയോടൊപ്പം എന്തുണ്ടായിരുന്നു? മൃഗപരിപാലനം ഇവർക്കുണ്ടായിരുന്നു. ജലസേചനത്തിന് കനാലുകൾ ഇവർക്കുണ്ടായിരുന്നു. ഉഴുതുമറിച്ച് കൃഷി ചെയ്തു. കലപ്പയുടെ അവശിഷ്ടങ്ങൾ ലഭിച്ചിരുന്നു. ഇങ്ങനെ രീതിയിൽ എന്താണ് സോർട്ട് ഔട്ട് ചെയ്യുന്നത് നോക്കിക്കേ. കാണ്ടാമൃഗത്തിൻ്റെയും ആനയുടെയും കളിമൺ രൂപങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് ലഭിച്ചിട്ടുണ്ട്. അപ്പം കാണ്ടാമൃഗത്തിന്, അപ്പം നമ്മൾ ചില ഗുഹാക്ഷേത്രങ്ങളിലൊക്കെ നോക്കിയാൽ കാണ്ടാമൃഗത്തിൻ്റെ പടം ഇവർ വരച്ചു വെച്ചേക്കുന്നത് കാണാം. മിക്കവാറും എന്താണ് ഇതൊക്കെ ഇവർ ഇണക്കി വളർത്തിയിരുന്ന ജീവികളും ആകാൻ സാധ്യതയുള്ളവയാണ്, ആനയും പോലുള്ളത്. ഒക്കെ ഇതുപോലെ കാള, ആട്, പന്നി, ചെമ്മരിയാട് എന്നിവയെ എന്താണ് ഇവർ വളർത്തിയിരുന്നു. അപ്പോൾ കാണ്ടാമൃഗത്തെ ചിലപ്പോൾ വേട്ടയാടുമായിരിക്കും, തുകൽ സൗകര്യങ്ങൾക്കോ മറ്റാവശ്യങ്ങൾക്കോ വേട്ടയാടിയിരുന്നതാവാം. ആനയെ അതുപോലെയൊക്കെ ആയിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും. അതുപോലെ തന്നെ കാള, ആട്, പന്നി, ചെമ്മരിയാട് പോലെയുള്ളവ എന്താണ് ഇവർ വളർത്തിയിരുന്നതായും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി ഇവരുടെ തൊഴിലുകളാണ് പ്രധാനമായും ഒന്ന് മൺപാത്ര നിർമ്മാണം, മറ്റൊന്ന് ഇഷ്ടിക നിർമ്മാണം, മറ്റൊന്നെന്താണ് ചെമ്പും തകരവും ചേർന്ന ലോഹക്കൂട്ട് കൊണ്ട് നിർമ്മിച്ച മഴു, മെറ്റൽ പ്രോഡക്ട്സ് ഉപയോഗിച്ചുണ്ടായിട്ടുള്ള ആയുധങ്ങൾ ഉണ്ടാക്കൽ, പിന്നെ എന്താണ് ആഭരണങ്ങൾക്ക് സ്വർണം, വെള്ളി എന്നിവ. അപ്പം സ്വർണം വെച്ചും വെള്ളി വെച്ചും എന്താണ് ആഭരണ നിർമ്മാണം ഇവരുടെ ഒരു തൊഴിലായിട്ടുണ്ടായിരുന്നു. അതുപോലെ എന്താണ് രത്നക്കല്ലുകൾ കൊണ്ടുള്ള ആഭരണ നിർമ്മാണവും ഇവർക്കുണ്ടായിരുന്നു. അതുപോലെ പരുത്തി തുണി നെയ്ത് രോമങ്ങൾ ഉപയോഗിച്ചുള്ള വസ്ത്രനിർമ്മാണം. ചെമ്മരിയാടിനെയൊക്കെ കിട്ടിയ എന്താണ് രോമങ്ങൾ ഉപയോഗിച്ച് ഇവർ വസ്ത്രങ്ങൾ നിർമ്മിച്ചു തിന്നു എന്നതിൻ്റെ തെളിവാണ്. നമ്മൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ എന്തൊക്കെയാണ്? അപ്പോൾ തൊഴിലുകൾ എന്തൊക്കെയാണ്? ഒന്ന് മൺപാത്ര നിർമ്മാണം. ഇവയുടെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരുന്ന ചൂളകളുടെ അവശിഷ്ടങ്ങൾ ധാരാളമായി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവയിൽ അലങ്കാരപ്പണി നടത്തിയതായി നമുക്ക് കാണാൻ പറ്റും. അവിടെ നിന്ന് കിട്ടിയുന്ന കുടങ്ങളിലും മറ്റുമൊക്കെ എന്താണ് ചിത്രങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. മൃഗരൂപങ്ങളും ഒക്കെ അതിൽ വരച്ചിരുന്നതായി നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇഷ്ടിക നിർമ്മാണം, ചൂളകളിൽ ചുട്ടെടുത്തിരുന്നതും അല്ലാത്തതും വെയിലത്തുണക്കിയെടുത്തതുമായ ഇഷ്ടിക കഷ്ണങ്ങൾ നമുക്ക് ഈ ഒരു പ്രദേശത്ത് നിന്നും ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ പ്രത്യേകത ചൂളയിൽ ചുട്ടതാണെങ്കിലും ഉണക്കിയെടുത്തവയാണ്. ഇവയ്ക്കെല്ലാം എന്താണ് ഒരേ വലിപ്പമായിരുന്നു കണ്ടിരുന്നത്. ഇനി നോക്കിയേ, ചെമ്പും തകരവും ചേർന്ന ലോഹക്കൂട്ടുകൊണ്ട് നിർമ്മിച്ച മഴു, ഈർച്ചവാൾ, കത്തി, കുന്തമുന എന്നിവ ഉപയോഗിച്ചു. അപ്പോൾ ഇതിൻ്റെ നിർമ്മാണത്തിനായിട്ട് മെറ്റലായിട്ടുള്ള, അതായത് തകരവും ചെമ്പും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവരെന്താണ് ആയുധ നിർമ്മാണങ്ങൾ നടത്തിയിരുന്നു. വെങ്കലം ഉപയോഗിച്ച് വീട്ടുപകരണങ്ങളും പ്രതിമകളും ഇവർ നിർമ്മിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി. പിന്നുള്ളവരുടെ തൊഴിൽ എന്താണ് ആഭരണങ്ങൾക്ക് സ്വർണവും വെള്ളിയും ഉപയോഗിച്ചിരുന്നതായി കണ്ടെത്തി. അപ്പോൾ സ്വർണം ഏതാണ്ട് തെക്കേ ഇന്ത്യയിൽ നിന്നോ മഹാരാഷ്ട്രയിൽ നിന്നോ എത്തിച്ചിരുന്നതാണെന്നും അതുപോലെ തന്നെ വെള്ളി എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാനിൽ നിന്നും കിട്ടിയതുമാണെന്നാണ് ഇപ്പോൾ ഒരു അനുമാനിക്കുന്ന കാര്യം. പക്ഷെ എന്താണ് ഇതിൻ്റെ നിർമ്മാണവും ഇവർക്കുണ്ടായിരുന്നു. ഇനി ഞാൻ പറഞ്ഞ എന്താണ് രത്നക്കല്ലുകൾ കൊണ്ടുള്ള ആഭരണ നിർമ്മാണം. പ്രധാനമായും ലാപ്പിസ് ലസൂലി എന്ന് പറയുന്ന നീലക്കല്ലുകൾ, പച്ചക്കല്ലുകൾ,
ഓക്കെ, ആമസോണൈറ്റ് എന്ന് പറയുന്ന പച്ചക്കല്ലുകൾ, ഇളം പച്ച, ഓക്കെ, ടോർക്കോയിസ് എന്ന് പറയുന്ന ഇളം പച്ച കളർ, ചുവപ്പ് കല്ലുകൾ, ഓക്കെ, കാർണേലിയൻ എന്ന് പറയുന്ന ചുവപ്പ് കല്ലുകൾ എന്നീ നിറങ്ങളുള്ള കൺമണികൾ കൊണ്ടെന്താണ് വളരെ സുന്ദരമായ അപരത്നപ്പണിക്കാരായിരുന്നു ആര്? ഈ പറയുന്ന ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ പ്രദേശത്തുള്ള ആൾക്കാർ, അവരുടെ തൊഴിലാണ്. പിന്നുള്ളത് പരുത്തി. ഞാൻ പറഞ്ഞല്ലോ ചെമ്മരിയാടിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അവർക്ക് ലഭിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ പരുത്തി നെയ്ത്തും രോമങ്ങൾ ഉപയോഗിച്ചുള്ള വസ്ത്രനിർമ്മാണവും നിലവിൽ ഉണ്ടായിരുന്നു എന്ന ഒരു അനുമാനത്തിലേക്ക് നമുക്ക് എത്താനായി സാധിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് തൊഴിലിൻ്റെ കാര്യം കിട്ടും. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വായിച്ചാൽ തൊഴിലിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടും. ഓക്കെ, കളിമണ്ണ്, വെങ്കലം, ആമത്തോട് എന്നിവ ഉപയോഗിച്ചിട്ടുള്ള വളകൾ ഇവർ നിർമ്മിച്ചിരുന്നു. കളിമണ്ണ്, വെങ്കലം, ആമത്തോട് എന്നിവ ഉപയോഗിച്ചുള്ള വളകൾ നിർമ്മിച്ചിരുന്നു. പിന്നെന്താണ്? മുദ്രകൾ, സീലില്ലേ, സീല്, അതാണ് മുദ്രകൾ കേട്ടോ. അപ്പം മുദ്രകളുടെ നിർമ്മാണത്തിൽ ഏറ്റവും മികച്ചവർ ഹാരപ്പൻ ജനത തന്നെയായിരുന്നു. നിങ്ങൾ നോക്കിക്കേ, എന്തോരം നോക്കിക്കേ, ബൻസാര, ധോൾവീര കണ്ടോ, റീനോ കണ്ടോ, ഒരു കാണ്ടാമൃഗത്തിൻ്റെ ഇതുള്ളത്. ഓക്കെ, അതുപോലെ നോക്കിക്കേ കോമ്പോസിറ്റ് അനിമൽ വെച്ചിട്ടുള്ള സീലുകൾ നിങ്ങൾക്ക് കാണാം. ജിയോമെട്രിക് ആയിട്ടുള്ള ലോത്തലിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു സീലാണിത്. ഓക്കെ, കോപ്പർ യൂണിക്കോൺ എന്ന് പറയുന്ന കണ്ടോ, ലോത്തലിൽ നിന്ന് ലഭിച്ചിട്ടാണ്. സോംനാഥിൽ നിന്ന് കോമ്പോസിറ്റ് അനിമൽസിൻ്റെ ഒരു സീല് ലഭിച്ചിട്ടുണ്ട്. പിന്നെ നോക്കിക്കേ കണ്ടോ, ഇതുപോലുള്ള വിവിധ സർക്കുലാർ ബൈസൺ കാട്ടുപോത്ത്, ധോളവീരയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളൊരു സീലാണിത്. ഓക്കെ, സർക്കുലാർ കോമ്പോസിറ്റ്, ഗൾഫ് ടൈപ്പ് ലോതലിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സർക്കുലാർ കോമ്പോസിറ്റ് ആയിട്ടുള്ള ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി സീലുകൾ ഏത് കാലത്ത് ഹാരപ്പൻ ജനത ഉപയോഗിച്ചിരുന്നു എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അതുപോലെ തന്നെ ആ കാലഘട്ടങ്ങളിൽ അവരുപയോഗിച്ചിരുന്ന എന്താണ്, ജുവലറീസ് ആണ്. കണ്ടോ, വളയായിക്കോട്ടെ, സ്വർണവും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നു. കണ്ടോ, ഇങ്ങനെയുള്ള ആഭരണങ്ങളും അവർ ഈ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നു. ഓക്കെ, അപ്പം അവരുപയോഗിച്ചിരുന്ന ആഭരണങ്ങളാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഹാരപ്പൻ ജനതയുടെ വിശ്വാസ രീതികൾ എങ്ങനെയാണെന്നുള്ളതാണ്. ഓക്കെ, ഹാരപ്പൻ ജനതയെക്കുറിച്ചാണ് നമ്മളിത് ഈ ഹാരപ്പൻ ജനത പറയുന്നതോടുകൂടി നിർത്തും. ഓക്കെ, അപ്പോൾ എന്താണ് ഇവരുടെ വിശ്വാസം? നോക്കിക്കേ, കളിമണ്ണിൽ നിർമ്മിച്ച സ്ത്രീ രൂപങ്ങൾ നമുക്ക് ഈ പ്രദേശത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. കളിമണ്ണിൽ നിർമ്മിച്ച സ്ത്രീ രൂപങ്ങൾ ഇത് ശരിക്കും മാതൃദൈവ സങ്കല്പത്തിന്റെ തെളിവുകളാണെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. മാതൃദൈവ സങ്കല്പങ്ങൾക്കുള്ള തെളിവായി ഇതിനെ കണക്കാക്കുന്നത്. കളിമണ്ണിൽ തീർത്ത സ്ത്രീ രൂപങ്ങൾ, ആ ചിത്രം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതുപോലെ പുരുഷ രൂപത്തിലെ ശില്പങ്ങൾ ആദിമ ശിവന്റെ ശില്പങ്ങളാണെന്നും അഭിപ്രായമുണ്ട്. ഓക്കെ, ഒരു പുരുഷ രൂപത്തിലെ ശില്പമുണ്ട്, അതെന്താണ്, ആദിമ ശിവസങ്കല്പത്തിന്റെ ശൈവിസത്തിന്റെ തെളിവുകളാണെന്നും ആര് പറയുന്നു? ശാസ്ത്രജ്ഞന്മാർക്ക് അഭിപ്രായമുണ്ട്. അതുപോലെ മോഹൻജദാരോയിലെ കുളം, ഞാൻ പറഞ്ഞല്ലോ ഗ്രേറ്റ് ബാത്ത്, ഇത് മതപരമായ ചടങ്ങുകൾക്ക് ഉപയോഗിച്ചിരുന്നതായി കരുതുന്നു എന്നും പറയുന്നു. മതപരമായിട്ടുള്ള ചടങ്ങുകൾക്കായിട്ട്, അതാണ് ഇവരുടെ വിശ്വാസ രീതി. ഒന്ന്, സ്ത്രീ ബിംബങ്ങളുണ്ട്, അപ്പോൾ മാതൃദൈവ സങ്കല്പം ഉണ്ടായിരുന്നു. പുരുഷ രൂപമുണ്ടായിരുന്നു, അപ്പോൾ ശിവനാണെന്ന്, ഒരു പുരാതന ശിവനാണ് അല്ലെങ്കിൽ ആദിമ ശിവന്റെ സങ്കല്പമാണെന്നാണ് അവരതിനെ കണ്ടത്. അതുപോലെ മോഹൻജദാരോയിലെ ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത് എന്താണ്, അവർ പ്രധാനമായും മതപരമായിട്ടുള്ള വിശ്വാസങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു. നോക്കിക്കേ കണ്ടോ, ഇതാണ് മദർ ഗോഡസ് എന്ന് പറയുന്നത്. കണ്ടോ, ഇതുപോലുള്ള സ്ത്രീകളുടെ ബിംബം അവർക്ക് ലഭിച്ചു. കണ്ടോ, ഒരു ദൈവത്തെ പോലെ കിരീടവും ഒരു പ്രത്യേക രീതിയിലുള്ള രൂപങ്ങളാണ്. അതുപോലെ എന്താ പ്രോട്ടോ ശിവ, ഇതാണ് ആദിമ ശിവൻ എന്ന് പറയുന്നത്. പ്രോട്ടോ ശിവ എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ പ്രോട്ടോ ശിവ എന്നുണ്ടോ, ഇത് ശിവനാണെന്നാണ് അവർ സങ്കല്പിക്കുന്നത്. ഓക്കെ, പ്രോട്ടോ ശിവ, ഇതൊക്കെ എന്താണ് ഇവരുടെ വിശ്വാസ രീതികൾ, അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള സാധനം ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ എന്താണ് അവരുടെ വിശ്വാസ രീതികളാണ് കേട്ടോ. മദർ ഗോഡസ്, മാതൃദൈവ സങ്കല്പമായിരുന്നു ഈ പറയുന്ന മദർ ഗോഡസിൻ്റെ ബിംബങ്ങൾ ലഭിക്കുന്നത്. അതുപോലെ പ്രോട്ടോ ശിവ, ഇതുപോലുള്ള ഒരുപാടധികം വിഗ്രഹങ്ങളും സീലുകളും ലഭിച്ചിട്ടുണ്ട്. ഇതെന്താണ് അവരുടെ വിശ്വാസ രീതിയെ കുറിക്കുന്ന കാര്യമാണ്. അങ്ങനെ ഏതാണ്ട് 1700 BC ഈ ഒരു സംസ്കാരം അവസാനിച്ചു എന്ന് പറയപ്പെടുന്നു. അതിൻ്റെ പ്രധാനമായ കാരണങ്ങൾ പ്രധാനമായും ഒരു വലിയൊരു വെള്ളപ്പൊക്കം സിന്ധു നദിയിൽ വരികയും ഈ ഒരു സംസ്കാരത്തിനവിടെ നിലനിൽക്കാൻ വയ്യാതെ ഒരു വെള്ളത്തിൽ മുങ്ങിപ്പോയതാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ പുറമേ നിന്നുള്ള മറ്റു സംസ്കാരങ്ങൾ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള മനുഷ്യരുടെ ആക്രമണം കൊണ്ടിട്ട് ഇവർ ഇല്ലാതായിപ്പോയെന്ന് പറയുന്നുണ്ട്. അതുപോലെ വനനശീകരണം ഇവരുടെ ആവാസ വ്യവസ്ഥയെ തകർത്തു എന്ന രീതിയിൽ പറയുന്നുണ്ട്. അതുപോലെ കാർഷിക മേഖലയിൽ വലിയൊരു തകർച്ച സംഭവിക്കുകയും സാമ്പത്തികമായി അല്ലെങ്കിൽ ആഹാരമൊന്നും ലഭിക്കാതെ വലിയൊരു ക്ഷാമകാലം ഇവർക്ക് അനുഭവപ്പെട്ട് ഇവർ മരിച്ചു പോയതാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ വലിയൊരു പകർച്ചവ്യാധി ആ കാലഘട്ടത്തിൽ ഈ ഒരു പ്രദേശത്ത് അനുഭവപ്പെടുകയും മനുഷ്യൻ കൂട്ടമായി, ഇപ്പോൾ നമ്മുടെ കോവിഡൊക്കെ വന്നപ്പോൾ എല്ലാവരും വീട്ടിൽ കയറിയിരുന്നില്ലയോ, അപ്പോൾ അന്ന് അത്രയും വലിയ ഫെസിലിറ്റി ഒന്നുമില്ലല്ലോ, അതിൽ വലിയൊരു പകർച്ചവ്യാധി വന്നതുകൊണ്ടാണ് ഇവരെ ഇല്ലാതായിപ്പോയത്. അങ്ങനെ വിവിധ അഭിപ്രായങ്ങൾ ഈ ഒരു ഇത് ഇല്ലാതായിപ്പോയി. അപ്പം വലിയൊരു വെള്ളപ്പൊക്കം, പുറമേ നിന്നുള്ള ആക്രമണം, വനനശീകരണം, കാർഷിക മേഖലയിലെ തകർച്ച, പകർച്ചവ്യാധികൾ, അങ്ങനെയൊക്കെയുള്ള
അതാണ്. അപ്പോൾ നാച്ചുറൽ കലാമിറ്റി, അതാണ് വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്. നാച്ചുറൽ കലാമിറ്റി മൂലം ഇല്ലാതായി എന്ന് പറയാം. പുറമേ നിന്നുള്ള എന്തെങ്കിലും ഒരു ആക്രമണം, ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ആക്രമണം കൊണ്ടാവാം, വനനശീകരണം കൊണ്ടുണ്ടായതായിരിക്കാം, കാർഷിക മേഖലയിലെ തകർച്ചയാകാം, അതുപോലെ പകർച്ചവ്യാധികൾ മൂലവും ഇവരില്ലാതായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇതാണെന്ത് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രധാന പ്രത്യേകത. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോയിന്റുകൾ കൃത്യമായി എഴുതി വെച്ചാൽ ഇത് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കവർ ചെയ്തിട്ടുള്ള പോയിന്റുകൾ ഇതിനകത്തുണ്ട്. ഓക്കെ, എത്ര മിനിറ്റായി? പോരെ. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് തൽക്കാലം ഈ ഹാരപ്പൻ സംസ്കാരം എന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് നമുക്ക് നിർത്താം. ഓക്കെ, അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക് അവരുടെ ജീവിത രീതി, വിശ്വാസ രീതി, കാർഷിക രീതി, അവരുടെ മറ്റു പ്രത്യേകതകൾ, അതിൻ്റെ തെളിവുകൾ, ഇത്രയും കാര്യവും അവരുടെ കാലഘട്ടവും നിങ്ങൾ കൃത്യമായി പഠിച്ചു വയ്ക്കണം. ഓക്കെ, അപ്പോൾ മറ്റൊരു സംസ്കാരവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.